സാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. നിലവിൽ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് KSU സംസ്ഥാന പ്രസിഡന്റാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ പോലീസ് ഉൾപ്പെടെ എതിർകക്ഷികളോട് കോടതി നിലപാട് തേടിയിട്ടുണ്ട്. ഉമേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഉമേഷ്, ഈ വിഷയത്തിൽ സംഘാടകർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നൊരു സാഹചര്യമുണ്ട്. ഊർജിതമായ അന്വേഷണം തന്നെ മുന്നോട്ട് പോകുന്നൊരു പശ്ചാത്തലവും ഇപ്പോൾ കോടതിക്ക് മുന്നിലുണ്ട്. അതിനിടയിലാണ് ഈ ഹർജി. കാവ്യ, ഇത്തരത്തിൽ കോടതിക്ക് മുമ്പാകെ ഒരു പെറ്റീഷൻ സമർപ്പിച്ചത് KSU സംസ്ഥാന പ്രസിഡന്റായ അലോഷ്യസ് സേവ്യറാണ്. അലോഷ്യസ് സേവ്യറിൻ്റെ ഈ ഹർജിയിലെ ആക്ഷേപം എന്ന് പറയുന്നത് ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം, നിലവിൽ നടക്കുന്ന അന്വേഷണം, അതായത് പോലീസ് അന്വേഷണം ഉൾപ്പെടെ സുതാര്യമല്ല എന്നൊരാക്ഷേപമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അദ്ദേഹം ഈ ഹർജി പരിഗണിച്ചപ്പോൾ സ്വാഭാവിക നടപടി എന്നുള്ള നിലയിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരുന്നു, നിലപാട് അറിയിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. സ്വാഭാവികമായും ഈ കേസ് അന്വേഷിക്കുന്നത് തൃക്കാക്കര പോലീസാണ്. തൃക്കാക്കര അസിസ്റ്റൻറ്റ് കമ്മീഷണറായ PV ബേബിയാണ് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. തൃക്കാക്കര പോലീസിനോടാണ് ഇതുമായി ബന്ധപ്പെട്ട നിലപാടറിയിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തൃക്കാക്കര ACP കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഹൈക്കോടതി ഉത്തരവിനും സർവകലാശാല നിയമങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. 2015 ഈ ഉത്തരവിന് വിരുദ്ധമായ രീതിയിലാണ് ഈ ഗാനമേള ഉൾപ്പെടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മതിയായ മുന്നൊരുക്കം നടത്തിയിട്ടില്ല. ഈ ഹാളിൽ ഉൾക്കൊള്ളാവുന്നതിലധികം പേരെ അവിടെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതായത് 1000 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്ഥലത്ത് 4000-ഓളം പേരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇത്തരത്തിൽ വലിയൊരു പരിപാടി നടക്കുമ്പോൾ, ഇത്രയും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കണം എന്ന ചട്ടം പാലിച്ചില്ല. പോലീസിനെ കൃത്യസമയത്ത് അറിയിച്ചില്ല. ആ തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ ഈ സംഘാടക സമിതിയിലുണ്ടായിരുന്ന 6 പേർ, അതിൽ 3 പേർ അധ്യാപകരാണ്, ഒരാൾ പ്രിൻസിപ്പളാണ്. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് മുൻ പ്രിൻസിപ്പൽ ദീപകുമാർ സാഹു ഉൾപ്പെടെ 3 അധ്യാപകരെ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. വളരെ കൃത്യമായ വ്യക്തമായ അന്വേഷണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നത് എന്നൊക്കെ ഈ റിപ്പോർട്ടിൽ പോലീസ് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് ആ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. അതിനുശേഷം ഈ ഹർജിക്കാരനെ ഉൾപ്പെടെ കോടതി കേൾക്കും. തുടർന്നായിരിക്കും ഇക്കാര്യത്തിൽ കോടതിയുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ കോടതി പറയുക. പക്ഷേ അത് ഇന്ന് തന്നെ അന്തിമ ഉത്തരവുണ്ടാകാൻ സാധ്യതയില്ല. വിശദമായ ഒരു വാദപ്രതിവാദത്തിലേക്ക് കടക്കാനാണ് സാധ്യത. കാവ്യ. ശരി ഉമേഷ്, താങ്ക് യു.